നമ്മൾ പോട്ടി ഫ്രൈ ഉണ്ടാക്കുന്ന വിധമാണ് പറയാൻ പോകുന്നത്. ആദ്യമേ ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് അതിലത്തെ വെളിച്ചെണ്ണ ഊറ്റി അതിൽ കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടി ഇടുക. അതിനുശേഷം അതിന് സവാള അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയെല്ലാം കൂടെ അരിഞ്ഞത് അതും കൂടി ഇടുക. എന്നിട്ട് നല്ലപോലെ വഴറ്റുക. ഒരു ബ്രൗൺ നിറമൊക്കെ, ഏകദേശം ഒരു ബ്രൗൺ നിറമൊക്കെ ആവുന്നിടം വരെ വഴറ്റിയെടുക്കണേ. വഴറ്റി ഇങ്ങനെ കഴിഞ്ഞിട്ട് അതിനുശേഷം അതിന് മുമ്പേ തന്നെ നമ്മൾ പോട്ടി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിനകത്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പ് ഒക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുക. നല്ലപോലെ ഒരു 3-5 വിസിൽ അത്രയും അടിച്ചുകൊണ്ട് അത് കറക്റ്റ് വേവിൽ വരും. അതിനുശേഷം ഈ സവാള ഉള്ളിയെല്ലാം കൂടെ നല്ലപോലെ വഴറ്റി ഒരു ബ്രൗൺ നിറം ഒരു ഏകദേശം ഒരു നിറമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് അതിനുശേഷം പിന്നെ വഴറ്റിയിട്ട് അതിനുശേഷം ഈ പോട്ടി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പോട്ടിയില്ലേ അത് ഇതിലേക്ക് ഇടും. കുറച്ച് ഉപ്പും കൂടി പോട്ടി വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട്, ശകലം ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കണം കേട്ടോ. എന്നിട്ട് ഈ കുക്കറിനകത്തിരിക്കുന്ന ഈ പോട്ടി എടുത്ത് നമ്മൾ പാനിലേക്ക് ഇടണം. അതിനുശേഷം പാൻ ഇട്ടതിന് ശേഷം അതിനകത്ത് ഉള്ളിലെ വെള്ളവും അതിലേക്ക് ഊറ്റുന്നതിന് പ്രശ്നമൊന്നുമില്ല. കാരണം അത് ഒന്ന് അതിനകത്തെ മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ അതിൽ പിടിക്കും. ഒന്ന് വറ്റി വരുമ്പോഴത്തേനും ഉള്ളിൽ സവാളയിലെല്ലാം കൂടെ പിടിച്ചിട്ട് അത് കറക്റ്റാവും, ആ ഗ്രേവി കറക്റ്റാവും. അതിനുശേഷം നമ്മളൊരു മൂടി വെക്കുക. അതിനുശേഷം കുറേ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും എന്തായാലും വെള്ളം വറ്റുന്നോടം വരെ എടുത്തിട്ട് മൂടി വെച്ചിട്ട് അതിനുശേഷം മൂടി തുറന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ഒക്കെ അതിനുള്ളിലേക്ക് ഇങ്ങനെ ഇടുക. ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഉള്ള കുരുമുളക് പൊടി ഇടുക. കുരുമുളക് പൊടി കുറച്ചിട്ടാലും കൂടിപ്പോയാലും പ്രശ്നം, കുറച്ചല്ല, ഒരു കുറച്ച് കൂടി ഇച്ചിരി എരിവൊക്കെ ഇച്ചിരി മുമ്പന്തി നിൽക്കുകയാണെങ്കിൽ ഒന്നും കൂടി പൊട്ടി ഫ്രൈക്ക് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെയും ഓൾറെഡി ഇതിനകത്ത് നെയ്യ് ഉള്ളത് കണ്ട് എണ്ണ ഒരു ശകലം ഊറ്റാൽ മതി, കുറച്ച്. കാരണം ആ സവാള വഴറ്റുമ്പോൾ ഉള്ള കുറച്ച് എണ്ണ നമ്മൾ ആദ്യമേ ഊറ്റുന്നുണ്ട്. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടി ഊറ്റുക. വലിയ എണ്ണയുടെ ആവശ്യം ഇതിനില്ല. കാരണം വെച്ചാൽ ഓൾറെഡി ഇതിനകത്ത് നെയ്യും നല്ലപോലെ നെയ്യ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതിനുശേഷം അത് ഒന്നുകൂടെ മൂടി വെച്ചിട്ട് ഒന്നുകൂടെ ഒരു ഫ്രൈ ആവുന്ന ഒരു ഇതിലേക്ക് ഫ്രൈ ആവാൻ വേണ്ടി വെക്കുക. അത് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ, ഫ്രൈ ആകുമ്പോൾ നമ്മൾ മൂടി വെക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉള്ള സാധനം. അതേസമയം ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ തുറന്ന് വെച്ചിട്ട് അതിനെ ശ്രദ്ധിച്ച് മാറി ഇളക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അടപ്പ് ഒന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് തവിയിട്ട് ജസ്റ്റ് ആ പൊക്കുന്ന അതിനകത്ത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇളക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മുഖത്തേക്കൊന്നും അങ്ങനെ പൊട്ടിത്തെറിക്കുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം കുറേയൊക്കെ കഴിഞ്ഞിട്ട് അത് ഫ്രൈ ആയി വരുമ്പോൾ ജസ്റ്റ് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നതൊക്കെ നന്നായിരിക്കും. അതിനുശേഷം ഫ്രൈ ആയി ഒരു മുരിഞ്ഞ ഒരു പരുവത്തിൽ, ഒത്തിരി മുരിയേണ്ട ആവശ്യമില്ല, മുരിഞ്ഞൊരു പരുവത്തിൽ നമുക്ക് മുരിഞ്ഞൊരു പരുവത്തിൽ വന്നതിന് ശേഷം നമുക്ക് എടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാം.